ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ട് നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിൽ ഉജ്ജ്വല വിജയമാണ് കിട്ടിയത്. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു ഇന്ത്യ മുന്നണി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഒക്കെ നയിക്കുന്ന ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞെങ്കിലും ജാർഖണ്ഡിലെ വിജയമാണ് ഏക ആശ്വാസം. അവിടെ വലിയ തോതിൽ വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതായത് മുന്നണി 56 സീറ്റ് നേടി നല്ല ഭൂരിപക്ഷം കരസ്ഥമാക്കി. BJP മുന്നണിക്ക് 24 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ത്യ മുന്നണി 56 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച, സോറൻ കുടുംബത്തിന്റെ കുടുംബ പാർട്ടിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച 34 സീറ്റും, കോൺഗ്രസ് 16 സീറ്റും, RJD 4 സീറ്റും, CPI-ML 2 സീറ്റും നേടിയാണ് 56 സീറ്റ് ഇന്ത്യ മുന്നണി. BJP മുന്നണിക്ക് 21 BJP, 3 മറ്റുള്ള ചെറു പാർട്ടികൾ, അങ്ങനെയാണ് 23, 24 സീറ്റ്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പോസ്റ്റ് ഇലക്ഷൻ ഡ്രാമ, നാടകം, രാഷ്ട്രീയ നാടകം ഇനി ജാർഖണ്ഡിൽ അരങ്ങേറാൻ പോകുന്നത് എന്താണ്? BJPയുടെ ഇഷ്ടംപോലെ പൈസയുണ്ട്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും കോൺഗ്രസ് വലിയ പാർട്ടിയായിട്ട് പോലും, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ പാർട്ടിയായിട്ട് പോലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും ഇനി ഉണ്ടാക്കിയ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് BJP കാശിറക്കി MLA-മാരെ വിലയ്ക്ക് വാങ്ങി അധികാരം പിടിച്ചെടുത്തതുമൊക്കെ സമീപകാല രാഷ്ട്രീയ ചരിത്രമാണ്. ജാർഖണ്ഡിലും അത് സംഭവിക്കാം. കാരണം 100-200 കോടി MLA-മാരെ വിലക്കെടുക്കാൻ BJP ഒഴുക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ ഹവാല 50 കോടിക്കധികം വന്നത്, 50 കോടിയോളം വന്നത് നമ്മൾ കേട്ടതാണ്, ഞെട്ടിയതാണ്. കോടികളുടെ കണക്കാണ് കേരളത്തിൽ പോലും BJP കളിക്കുന്നത്. അപ്പോ ഈ 50, 100, 200 കോടി കാണുമ്പോൾ ഓരോ MLA-യും മോഹാലസ്യപ്പെട്ട് അങ്ങ് കമഴ്ന്ന് വീണു പോകും അവിടേക്ക്, പണത്തിന്റെ മുകളിലേക്ക്. അത് ജാർഖണ്ഡിൽ സംഭവിച്ചുകൂടായികയില്ല. ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ 16 MLA-മാരെയാണ് ആദ്യം സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ സോറൻ കുടുംബത്തിൽ നിന്ന് വലിയ ചാട്ടം ചാടിയില്ലെങ്കിലും കോൺഗ്രസിന്റെ 16 MLA-മാരിൽ കോടികൾ കിലുങ്ങുമ്പോൾ പാർട്ടിയിൽ നിൽക്കാൻ എത്ര പേര് കാണും? മറുകണ്ഠം ചാടിയ BJP ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവര് ചാടില്ല, മറുകണ്ഠം ചാടൂല്ലേ കാശ് കാണുമ്പോൾ? കോൺഗ്രസിന്റെ 16 MLA-മാരെ സൂക്ഷിക്കണം, RJDയുടെ 4 സൂക്ഷിക്കണം, CPI-ML-ന്റെ 2 പേര് എന്തായാലും പോവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു കുടുംബ പാർട്ടിയാണ്. അവിടുത്തെ ഈ സംവരണ സീറ്റ് ജയിച്ചു വന്ന 10-35 സംവരണ സീറ്റാണ് അവരുടെ ബലം, രാഷ്ട്രീയ ബലം. ആ ജയിച്ചു വന്ന പലരും കോടികളുടെ കിലുക്കം കാണുമ്പോൾ, വല്ല നോട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ഗോവയിലും മണിപ്പൂരിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചത് എപ്പോഴാണാകുമ്പോൾ ജാർഖണ്ഡിൽ സംഭവിക്കുക? ഇന്ത്യ മുന്നണി ജയിച്ചിട്ടും രക്ഷയില്ല, കാശിറക്കി BJP അധികാരം പിടിക്കുമോ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി പോകും. സമീപകാല രാഷ്ട്രീയ ചരിത്രം അതാണ്. കാരണം MLA-മാരെ വിലക്കെടുക്കാവുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ സജീവമാണ്, ശക്തമാണ്. അതിൻ്റെ പ്രായോജകർ, പ്രചാരകർ എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ BJP എന്ന ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ മധുവിധു, ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ജാർഖണ്ഡ് മധുവിധു എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്.